അടുത്തളിന്ന് റെഡിയായില്ലേ? അവർ റെഡിയായി കൊണ്ടിരിക്കുന്നു. റെഡിയായില്ല. ഇവിടെ സാർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊല്ലണോ? ആളിപ്പോ വെളി തുടങ്ങും. അത് റെഡിയായില്ല, ഇത് റെഡിയായില്ല. ഞാൻ എന്ത് പറയണോ? ഇതിലും ഭേദം വല്ല കൂലിപ്പണിക്ക് പോണായിരുന്നു. അവൻ എന്റെ കൂടെ തച്ചു 100 തരില്ലേ? ഒന്ന് പോയി റെഡിയാക്കണോ? കൂലിപ്പണിയാണോ? ടീമിനെ റെഡിയാക്കാൻ റെഡിയാക്കാം. പറഞ്ഞാൽ പറഞ്ഞു ചൂടുള്ളതായിരുന്നു. ടെൻഷൻ എടുപ്പിക്കാനായിട്ട് കുറെ എണ്ണങ്ങൾ നടന്നോളൂ. എന്റെ ടെൻഷൻ എന്ത് തീരുമെന്തോ. പിപിയുടെ ഗുളിക ഇനി കഴിക്കേണ്ടി വരുമെന്ന് തോന്നുന്നത്. എന്താ പ്രശ്നം? എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? സിനിമാ ഫീൽഡിലെ ഓരോരോ പ്രശ്നങ്ങളാ. അതൊന്നും പറഞ്ഞാൽ അമ്മാവന് മനസ്സിലാവൂല. അതിന് സിനിമയെ കുറിച്ചൊക്കെ അറിയണം. മോനെ, വർഷങ്ങൾക്ക് മുന്നേ സിനിമാ മോഹമായിട്ട് കോടമ്പക്കത്തേക്ക് വണ്ടി കയറിയവനായി ഞാൻ. അവിടുത്തെ പൈപ്പ് വെള്ളം കുടിച്ച് ഓരോ സിനിമാ സെറ്റിലും കയറി ഇറങ്ങി ഉള്ളതെല്ലാം വിറ്റ് തുളച്ച് 2-3 സിനിമയൊക്കെ നിർമ്മിച്ച് അവസാനം വഴിയാധാരമായ ഒരു പഴയ സിനിമാക്കാരനാണ് ഞാനും. അതുകൊണ്ട് സിനിമാ കാര്യങ്ങൾ കുറച്ചൊക്കെ എനിക്കും മനസ്സിലാവും. അമ്മാവ, അന്നത്തെ സിനിമ അല്ലേ ഇന്നത്തെ സിനിമ? ആ പറഞ്ഞത് വളരെ ശരിയാ. അന്നത്തെ സിനിമ എന്ന് പറഞ്ഞ ജീവിതഗതിയായിരുന്നു. ഓരോ സിനിമയും ഓരോരോ ജീവിതങ്ങളായിരുന്നു. അന്നത്തെ താരങ്ങൾക്ക് ഈ താരചാടുകളൊന്നുമില്ല. അറിയാവോ, ഈ മരത്തണലും അതുപോലെ കൊടത്തണലും ഒക്കെ ആയിരുന്നു അന്നത്തെ കാരവൻ. മാത്രമല്ല, സർഗസൃഷ്ടികളായിരുന്നു അന്നത്തെ ലഹരി. തിരശ്ശീലയ്ക്ക് മുന്നിലും പിന്നിലും 100% നീതി പുലർത്തിയ എത്രയെത്ര മഹാന്മാർ അന്നുണ്ടായിരുന്നു. ആകാരവടി കൊണ്ട് ആരാധകരെ ആകർഷിച്ച് അകാലത്തിൽ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. ദശാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും മലയാളി മനസ്സുകളിൽ അജയ്യനായി നിൽക്കുന്ന ഒരു നടനുണ്ട്. അറിയാവോ? ജയൻ സാറല്ലേ മാവ? അതെ, ഏത് ജനറേഷന്റെയും സൂപ്പർ ഹീറോ ജയൻ.